ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ ബന്ധം നമുക്ക് വേണ്ട മോളെ. നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. മമ്മി എന്തിനാ ശ്രമിക്കുന്നേ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനോ? അതാണോ ഞാനിപ്പോ പറഞ്ഞത്? ഗാഥ, എന്തു പറ്റി നിനക്ക്? എന്താ ഇത്ര ദേഷ്യം? നീ ഡ്രിങ്ക്സ് കഴിച്ചോ? കഴിച്ചോന്നാ? യെസ്, കഴിച്ചു. എന്റെ ടെൻഷൻ മറികടക്കാൻ വേണ്ടി ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചു. അതിനെന്താ കുഴപ്പം? ആർക്കാ കുഴപ്പം? ഗാഥ മാഡം, മമ്മിയോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഇത്ര സിൻസിയർ ആയിട്ട് അവനെ ഇഷ്ടപ്പെടുമ്പോ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചൂടാ? ഗാഥ ശ്രീനിവാസനൊക്കെ വലുതാണ് അവന്റെ ബിസിനസ്. എത്ര ആൺകുട്ടികള് എന്റെ പിറകെ നടക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹായ് പറയാൻ. ഗാഥ ശ്രീനിവാസ് അവഗണിച്ചവര് എത്ര പേര് ഈ സിറ്റിയിലുണ്ട്. അയാൾക്കതറിയില്ല, എന്റെ വാല്യൂ അറിയില്ല. എനിക്കൊരാളോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുത്തിരിക്കണം. അയാൾ കൃത്യമായി എന്നോട് സംസാരിച്ചിരിക്കണം. അതർവൈസ് മോളെ, നമ്മളൊരു റിലേഷൻ ചൂസ് ചെയ്യുമ്പോ അപ്പുറത്തെ ആള് നമുക്ക് തരുന്ന വില വളരെ പ്രധാനമാണ്. ഇതിപ്പോ ഒരു കോളിന്റെ കാര്യം മാത്രമാണ്. ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കേണ്ടി വരുമ്പോ ഇതുപോലുള്ള എത്ര പ്രശ്നങ്ങൾക്ക് നീ ടെൻഷൻ അടിക്കേണ്ടി വരും. എനിക്ക് നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെയാണ് ആവശ്യം, അല്ലാതെ ബിസിനസിനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ അല്ല. എനിക്കിത് ചൂസ് ചെയ്തത് മമ്മിയല്ലേ? അന്ന് വലിയ വായിൽ മമ്മി പറയുന്നുണ്ടായിരുന്നല്ലോ, ബിസിനസ് രംഗത്തുള്ള നവീന്റെ സപ്രമസി, നവീന്റെ സ്മാർട്ട്നെസ്. അതൊക്കെ സത്യമാണ് മാഡം. പക്ഷെ നോർമൽ റിലേഷൻഷിപ്പില് അയാൾ എങ്ങനെയായിരിക്കും മമ്മിക്ക് അറിയില്ലല്ലോ. ഗാഥ, നമുക്ക് ചിന്തിക്കാനായിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കീഴടങ്ങി കൊടുക്കാനുള്ളതല്ല മോളെ ജീവിതം. നീ എന്റെ മോളാ. പലരും പേടിക്കുകയും മുഴുവൻ പേരും ബഹുമാനിക്കുകയും ചെയ്യുന്ന സിത്താര ശ്രീനിവാസിന്റെ മകൾ. ഈ ബന്ധം നമുക്ക് വേണ്ട മോളെ. നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. മമ്മി എന്തിനാ ശ്രമിക്കുന്നേ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനോ? അതാണോ ഞാനിപ്പോ പറഞ്ഞത്? എനിക്ക് നവീനോടുള്ള ഇഷ്ടക്കൂടുതലും കൊണ്ടാ ഞാൻ ഇത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആവുന്നത്. അല്ലാതെ മമ്മി പറയുന്ന പോലെ എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടല്ല. മോളെ, നോ മമ്മി. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ഒരു വാക്കും മമ്മി എന്നോട് പറയണ്ട. ഞാനത് അഡ്മിറ്റ് ചെയ്യില്ല. മമ്മി പോയിക്കോളൂ. ചെല്ലു മമ്മി, പ്ലീസ് ഗോ.
അയ്യോ, അവളുണ്ടല്ലോ ആ ഗാഥാ ശ്രീനിവാസ്, അവൾ ഈ വേഷമിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ചന്തമുണ്ട് എന്റെ മോൾക്ക്. അല്ലേ ഉദയേട്ടാ? പിന്നല്ലാതെ. അതിന് നമ്മുടെ മോളുടെ സൗന്ദര്യമൊക്കെ നിന്റെ അല്ലേ കിട്ടിയിരിക്കുന്നു. ആണോ? ഓ ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. എടി ബൂസ്റ്റാ, നവീന് ബൂസ്റ്റ് എന്ത് ഇഷ്ടാന്ന് നിനക്കറിയാലോ. ഇഷ്ടപ്പെട്ട വേഷത്തില് അവന് കുടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നീ അങ്ങ് ചെല്ല്. കുഴപ്പമാകും അമ്മ. എടി, അവന്റെ മനസ്സിൽ കുഴപ്പമുണ്ടാക്കണം. ദേ പെണ്ണെ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇത് അവസാനത്തെ ചാൻസാ. നിന്റെ മിടുക്ക് പോലെ ഇരിക്കും കാര്യങ്ങള്. നാ, ചെല്ല്. ഇത് പിടിക്കും, എന്നിട്ട് ചെല്ലങ്ങോട്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ചെല്ലങ്ങോട്ട്. നല്ല കുട്ടിയല്ലേ? എന്നാലും നിർമ്മലെ, സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം മോളെ വേറൊരാണിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത് ഇച്ചിരി നാണം കെട്ട ഏർപ്പാടല്ലേ? ആഹാ, ഞാൻ ആ നാണക്കിടങ്ങ് സഹിച്ചു. മോളെ ആരുടെയെങ്കിലും കൂടെ കെട്ടിച്ചുവിടാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത ഒരച്ഛന് ഇപ്പൊ പ്രത്യേകിച്ചൊരു അഭിമാന ബോധമൊന്നും പൊട്ടിമുളയ്ക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാരും കൂടി ഇതൊക്കെ ചെയ്തേ, എന്നിട്ട് ഈ നേരത്ത് മാറിക്കളഞ്ഞാലുണ്ടല്ലോ. ഞാൻ മറന്നൊന്നുമില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്. ഇന്ന് വരെ ഗാഥയോടൊന്നിച്ച് യാത്ര ചെയ്തപ്പോഴും അയാളെ തൊട്ടപ്പോഴൊന്നും ഇല്ലാത്തൊരു ഫീല് ഇന്നുണ്ടായി. എന്തായിരിക്കും അതിന്റെ കാരണം? ബൂസ്റ്റ്. നീ എന്താ ഈ വേഷത്തില്? ഈ വേഷം നവീന് ഇഷ്ടമല്ലേ? വേഷം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വേഷം കെട്ടൽ എനിക്ക് ഇഷ്ടമല്ല. നവീന് ഇത് ഇഷ്ടാവൂന്ന് കരുതി എത്ര കഷ്ടപ്പെട്ട ഞാനിത് സംഘടിപ്പിച്ചെന്നറിയോ? എന്നിട്ടൊരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ? ശരി, നന്നായിട്ടുണ്ട്. എന്താ? ഞാനിവിടെ നിന്നോളാം. എന്തിന്?